ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്കാലപ്പ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കട്ടിയുള്ള എന്തെങ്കിലും ചാർട്ടോ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം, ക്യാൻവാസൊക്കെ ആയാലും മതി. അതിൽ നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു പേപ്പർ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും എടുക്കുന്നതാണ് നല്ലത്, അതാകുമ്പോൾ നമുക്കൊന്ന് വീണ്ടും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് ഇത് മടക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇനി മുകളിലുള്ള ആ റൗണ്ട് വരക്കാം. ഫസ്റ്റ് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടാണ് നമ്മൾ ആ റൗണ്ട് വരക്കേണ്ടത്. 1 ഇഞ്ചാണ് സാധാരണ നമ്മൾ സ്കാലപ്പിനൊക്കെ ചെയ്യാറ്. അതിൽ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബോറാവും. 1 ഇഞ്ച് എടുക്കണത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി അത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് സ്കാലപ്പ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അളവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടും ആക്കിയിട്ടൊക്കെ ഇതേപോലെ ചെയ്യാം കേട്ടോ. നമ്മൾ സ്കാലപ്പിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ക്ലോത്തിൽ വരച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് സ്കാലപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ആ ഒരു സ്കാലപ്പിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ട് വരച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പിൽ പെൻസിലുകൊണ്ടോ പെണ്ണുകൊണ്ടോ ഒക്കെ വരക്കാൻ വേണ്ടി നോക്കട്ടോ. ചോക്ക് ഉപയോഗിക്കരുത്. ചോക്കായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാഞ്ഞു പോകും. അതുകൊണ്ട് പെൻസിലോ പെന്നൊക്കെ ആണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മളിത് വരച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞല്ലോ സ്കാലപ്പിൻ്റെ സംഭവം. ഇനി അത് ഇതേപോലെ കൂട്ടി വെച്ച് ജോയിൻ ചെയ്തിട്ട് ബാക്കി വരക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിലെടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ മൊത്തം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുള്ള ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കട്ടിയുള്ള പേപ്പറോ ഈ ഒരു വരച്ചതിൻ്റെ താഴെ വെച്ചിട്ട് നമുക്കതൊന്ന് പിന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് ഈ ക്ലോത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് മൊത്തം ഞാൻ പിന്നെ കുത്തി കൊടുത്ത് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെഷീനിലുള്ള സെറ്റിങ്സ് നോക്കാം. എൻ്റെ മെഷീൻ വരുന്നത് വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ്. അപ്പോൾ അതിൻ്റെ സെലക്ട് വന്നിട്ട് സി ആണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 0-ൽ ഇടാം. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 5-ൽ തന്നെ കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ടെൻഷൻ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഇതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് സാധാ നോർമൽ ത്രെഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബോബിനിലൊക്കെ നല്ല ഫില്ല് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം നല്ല ടൈറ്റ് ആയിട്ടുണ്ടല്ലോ വെച്ചിരിക്കുന്നത് ത്രെഡൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമൊപ്പം തന്നെ ഇതിങ്ങനെ വലിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ തന്നെ കൈ കൊണ്ട് നീക്കി കൊടുക്കുക. ഇത് നീങ്ങി പോവില്ല. നമ്മൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കട്ടെ. ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കോർണറിൽ വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് വെച്ച് സൂചി നിർത്തേണ്ടത്. എന്നിട്ട് തിരിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഓവർ സ്പീഡ് ആവാനും പാടില്ല, നല്ല സ്ലോ ആവാനും പാടില്ല. ആ ഒരു മീഡിയം ഇതിൽ നമ്മൾ ഇങ്ങനെ ആ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാലപ്പിൻ്റെ ഇത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ പേപ്പർ തന്നെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കീറി പോകുന്നുള്ളൂ. നമ്മൾ കീറണമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് അത് മാറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് സോൾഡറിങ് അയൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താലും മതി. അതാവും കുറച്ചും കൂടി നല്ലത്. ഇത് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതൊന്ന് ലൈറ്റ് ഇങ്ങനെ ഉരുക്കിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അറ്റത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു വട്ടമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പിൻ ചെയ്യാൻ വേണ്ടി പറ്റും.